വിളക്കുകൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. മത്തായി 5:15. ആയിരത്തി 1931 കേരളത്തിലെ മൂക്കന്നൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ സ്ഥാപിതമായ ചെറുപുഷ്പ സഭ. ഈ സഭയുടെ സഭാസ്ഥാപകൻ പെരിയ ബഹുമാനപ്പെട്ട ബസീലിയൂസ് പാണാട്ട് അച്ഛനാണ്. ഈ സഭ മിഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത് 1969 ഉത്തരേന്ത്യയിലെ ഭോപ്പാൽ എന്ന അതിരൂപതയിലാണ്. പിന്നീട് 1970 ബനാറസ് ഗോരഖ്പൂർ രൂപതയിലേക്ക് മാറുകയും അവിടെ നിന്ന് CST അച്ഛന്മാരുടെ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക സേവന രംഗത്തും ആരോഗ്യരംഗത്തും അവർ അതിയായ തീക്ഷ്ണതയോടുകൂടി പ്രവർത്തിക്കുകയുണ്ടായി. 1984 ഗോരഖ്പൂർ ഒരു രൂപതയായി മാറുകയും ബഹുമാനപ്പെട്ട അഭിവന്ദ്യ മാർ ഡൊമിനിക് കോക്കാട്ട് ഈ രൂപതയുടെ പിതാവായി വരികയും ചെയ്തു. ചെറുപുഷ്പ സഭയുടെ ഗോരഖ്പൂർ മിഷൻ 2003 ഒരു പ്രോവിൻസായി മാറുകയും ഇപ്പോൾ ഏകദേശം 68 അച്ഛന്മാർ ഈ പ്രോവിൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് പേർ യൂറോപ്പിലും, കുറച്ച് പേർ അമേരിക്കയിലും, കുറച്ച് പേർ കാനഡയിലുമാണ് വർക്ക് ചെയ്യുന്നത്. നേപ്പാളിൽ 7 അച്ഛന്മാരാണ് ഇപ്പോൾ ലിറ്റിൽ ഫ്ലവർ പ്രോവിൻസിൽ നിന്നും വർക്ക് ചെയ്യുന്നത്. സ്വയം ചെറുതാകുക, ചെറിയവരുടെ ഇടയിൽ പ്രവർത്തിക്കുക എന്ന സഭയുടെ സിദ്ധിയോടുകൂടി അച്ഛന്മാർ ഇവിടെ വർക്ക് ചെയ്യുന്നു. വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക സേവന രംഗത്തും അതുപോലെ തന്നെ ആരോഗ്യരംഗത്തും അച്ഛന്മാർ തീവ്രമായി പരിശ്രമിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുകയാണ്. CST അച്ഛന്മാർ ഗോരഖ്പൂർ എന്ന ഈ മേഖലയിൽ എത്തിയ അന്നു മുതൽ കഠിന പരിശ്രമം കൊണ്ട് ഒരു ഭൂപ്രദേശത്തെ ജനസമൂഹത്തെ മുഴുവൻ അജ്ഞതയിൽ നിന്നും അറിവിൻ്റെ തീരത്തേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു. അതുപോലെ തന്നെ അച്ഛന്മാരുടെ കഠിന പരിശ്രമം കൊണ്ട് 1994 നേപ്പാളിൽ നിന്നുള്ള പ്രത്യേകമായ ഇൻവിറ്റേഷൻ കിട്ടിയതുകൊണ്ട് നമ്മൾ അവിടെ പോയി ഒരു സ്കൂൾ സ്ഥാപിക്കുകയും വിദ്യാഭ്യാസ രംഗത്ത് നേപ്പാൾ ജനതയെ ഉത്ഥാനത്തിലേക്ക് നയിക്കുകയും ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ അവിടെ ചപ്പാങ് എന്ന പ്രത്യേകമായ ഒരു ജനസമൂഹത്തിൻ്റെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് അവരെ അറിവിൻ്റെ തീരങ്ങളിലേക്ക് നയിക്കുവാൻ സാധിച്ചു. ചപ്പാങ് എന്ന പ്രത്യേക സമൂഹം അവർ മലമ്പ്രദേശങ്ങളിലും വനം പ്രദേശങ്ങളിലും ജീവിക്കുന്നവരാണ്. 6 മാസത്തോളം വനസമ്പത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന അവർക്ക് ഒരു തുണയായി അറിവ് പകർന്നു കൊടുക്കുന്നതിനായി ഒരു റെസിഡൻഷ്യൽ സ്കൂൾ, പ്രത്യേകമായ ഒരു സ്കൂൾ അവർക്ക് വേണ്ടി സ്ഥാപിക്കുകയും ഏകദേശം 500ഓളം കുട്ടികൾ അവിടെ ഓരോ വർഷവും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴുള്ള CST അച്ഛന്മാരുടെ പ്രവർത്തനം വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ ഗ്രാമോദ്ധാരണ മേഖലകളിലുമാണ്. ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പുതിയ സാങ്കേതിക വിദ്യകളും പുതിയ അറിവുകളും അവിടുത്തെ ജനങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരെ ഒരു ജീവിതശൈലിയിൽ തന്നെ മാറ്റം വരുത്തുന്നതിനായി വളരെയധികം പ്രയത്നിക്കുന്ന അച്ഛന്മാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. വിളവോ വളരെ വേലക്കാരോ ചുരുക്കം എന്ന ക്രിസ്തുനാഥൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ ഭൂപ്രദേശത്ത് ജോലി ചെയ്യുവാനായി തീക്ഷ്ണതയുള്ള ചെറുപ്പക്കാരെ ഈ പ്രോവിൻസ് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾ ഭംഗിയായി മുമ്പോട്ട് പോകുന്നതിന് സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നേപ്പാളിലെ മറ്റൊരു പ്രഭാതം.
ചിറ്റവൻ ജില്ലയിലെ നാരായണൻകെട്ടിനടുത്തുള്ള ലിറ്റിൽ ഫ്ലവർ സ്കൂളിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അതിരാവിലെ തന്നെ ഇവിടെ ജോലി ആരംഭിച്ചിരിക്കുകയാണ്. ആലുവ ലിറ്റിൽ ഫ്ലവർ സെമിനാരിയിലെ 3ാം വർഷ തത്വശാസ്ത്ര വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഈ കഠിനമായ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ സെമിനാരി പഠനത്തിൻ്റെ ഭാഗമായാണ് 26 വിദ്യാർത്ഥികളും 2 അധ്യാപകരും നേപ്പാളിലെ ഈ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. മിഷനെ കൂടുതൽ അറിയുന്നതിനും മിഷൻ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോടൊപ്പം കുറച്ചുനാൾ വസിക്കുന്നതിനും വേണ്ടിയാണ് ഈ വൈദികരും വൈദിക വിദ്യാർത്ഥികളും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഷാലോമിൻ്റെ മിഷൻ യാത്രകളിൽ ഒരു കൂട്ടായി ഈ വൈദിക വിദ്യാർത്ഥികൾ കൂടി ഉണ്ടാകും എന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇന്ന് നമ്മൾ പോകുന്നത് മാഡി 9 ഗാവ്പാലികയിലേക്കാണ്. ഗാവ്പാലിക എന്ന് പറഞ്ഞാൽ റൂറൽ മുനിസിപ്പാലിറ്റി, ചിറ്റവൻ ഡിസ്ട്രിക്റ്റിലെ തന്നെ മാഡിയിലെ 9ാം വാർഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏകദേശം 165 കുടുംബങ്ങൾക്കാണ് ഇന്ന് നമ്മൾ അരിയും ദാലും അതേപോലെ അവിടെയുള്ള കുഞ്ഞു പിള്ളേർക്ക് ന്യൂട്രീഷൻ കിറ്റും വിതരണം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏകദേശം 36 പുഴകൾ കടന്നു വേണം ഈ പറയുന്ന ഗ്രാമത്തിൽ എത്തിച്ചേരാൻ. ചിറ്റവൻ നാഷണൽ ഫോറസ്റ്റിലൂടെ ഒരു 3 മണിക്കൂറോളം യാത്ര ചെയ്യേണ്ടി വരും. ഈ യാത്രയ്ക്കിടയിൽ ഒത്തിരിയേറെ ദുർഘടം പിടിച്ച യാത്ര തന്നെയാണ്. വഴി ഭയങ്കരമായി മോശമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ വില്ലേജിലേക്ക് നമ്മൾ പോകുന്നത് പ്രധാനമായിട്ടും അരി വിതരണം ചെയ്യാൻ, അരിയും ഭക്ഷ്യ ധാന്യക്കെട്ടുകളും വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ തന്നെയും ഇന്ന് നമ്മോട് ഏകദേശം കൂടെയുള്ളത് 26 ബ്രദേഴ്സും അതേപോലെ ആലുവ ലിറ്റിൽ ഫ്ലവർ സെമിനാരിയിൽ നിന്നുള്ള 2 അവിടുത്തെ പ്രൊഫസേഴ്സുമാണ്. അവരിവിടെ നേപ്പാളിൽ വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ ഇവിടുത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കുവാനും അതേപോലെ നമ്മുടെ പാസ്റ്ററൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഇവിടുത്തെ നമ്മുടെ സേവന രംഗങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് ഉതകുന്ന രീതിയിൽ ഉള്ള ഒരു സാഹചര്യം, ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവർ താമസിക്കുന്ന ഒരു 3 വില്ലേജുകളാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. ചെപ്പാൻ ഗോത്രവർഗത്തിൽപ്പെട്ട ഏകദേശം 100-300ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിലും ഇവരിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട 165 കുടുംബങ്ങൾക്കാണ് നമ്മളിന്ന് അരിയും ദാലും ഈ പറയുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വില്ലേജിലേക്ക് പോകാം. ഞങ്ങളുടെ വാഹനത്തിലിരുന്ന് മൈക്കിൾ അച്ഛൻ പോകുന്ന റൂട്ട് ഫോണിലൂടെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ ഒരു യാത്ര ആരംഭിക്കുകയാണ്. തെളിഞ്ഞിരിക്കുന്ന ആകാശമാണ് കാഴ്ചയിലെങ്കിലും അതൊരു മഴയുടെ മുന്നൊരുക്കം മാത്രമായിരുന്നെന്ന് അല്പദൂരം സഞ്ചരിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. നാരായൺഘട്ട് ടൗൺ കടന്ന് ഞങ്ങൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. വിശാലമായ നെൽപ്പാടങ്ങളും അതിന് മധ്യത്തിലുള്ള ചെറു വീടുകളും അടങ്ങുന്ന കാഴ്ച ക്യാൻവാസിൽ വരച്ച ചിത്രം കണക്കെ കാണപ്പെടുന്നുണ്ട്. വിശാലമായ നെൽപ്പാടങ്ങൾ കൊയ്ത്തിന് പാകമായിരിക്കുന്നു. ഓരോ മഴക്കാലത്തും നദികളിൽ വെള്ളമുയരുമ്പോൾ വന്നടിയുന്ന വളക്കൂറുള്ള എക്കൽ മണ്ണ് ഈ നാടിൻ്റെ നെൽകൃഷിയിൽ നല്ല വിളവ് നൽകാൻ സഹായിക്കുന്നുണ്ട്. നാരായൺഘട്ടിലെ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ നിന്ന് യാത്ര തുടങ്ങി 1 മണിക്കൂറായപ്പോഴേക്കും മഴ തുടങ്ങി.
ചെറിയ ചാറ്റൽ മഴയിൽ തുടങ്ങി പതിയെ പതിയെ മഴ ശക്തമായി മാറിയിരിക്കുന്നു. ചിറ്റവൻ നാഷണൽ പാർക്കിനുള്ളിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഒറ്റക്കൊമ്പുള്ള കാണ്ടാമൃഗങ്ങളെ അധിവസിപ്പിക്കുന്ന ഒരിടം കൂടിയാണ് ഈ നാഷണൽ പാർക്ക്. പാർക്കിൻ്റെ നടുവിലൂടെയുള്ള ഈ പാത ടാർ ചെയ്യാതെ നിർമ്മിച്ചിരിക്കുന്നതാണ്. പ്രകൃതിക്ക് അധികം കോട്ടം വരുത്താതെ, എന്നാൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താതെ നടത്തിയിരിക്കുന്ന ഒരു നിർമ്മിതി കൂടിയാണ് ഈ പാത. നേപ്പാളിലെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ നാഷണൽ പാർക്ക്. നാഷണൽ പാർക്കും കടന്നാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. കൊയ്ത്തിന് പ്രായമായ നെൽച്ചെടികൾക്ക് ഒട്ടും നന്നല്ല ഈ കാലം തെറ്റി പെയ്യുന്ന മഴ. കൊയ്തെടുക്കുന്ന നെൽക്കറ്റകൾ കളപ്പുരകളിൽ കൊണ്ടുപോയി മെതിച്ചെടുക്കുന്ന ഒരു രീതി ഇവിടങ്ങളിൽ നിലവിലില്ല. കൊയ്തെടുക്കുന്ന നെൽച്ചെടികൾ വരിയായി നെൽപ്പാടങ്ങളിൽ ഉണക്കിനിടുകയും ഉണങ്ങിയ നെൽക്കതിരുകൾ കല്ലിൽ തല്ലി മെതിച്ചെടുക്കുകയുമാണ് ഇവിടങ്ങളിൽ കണ്ടുവരുന്നത്. അതിനാൽ തന്നെ ഈ മഴ കാരണം ഉണങ്ങാനിട്ടിരിക്കുന്ന നെൽച്ചെടി മുളയ്ക്കുകയും കൃഷി നഷ്ടത്തിലാവുകയും ചെയ്യുന്നു. നേപ്പാളിലെ തമാങ് ഗോത്രങ്ങൾ വസിക്കുന്ന വില്ലേജിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മണ്ണുകൾ കൊണ്ട് നിർമ്മിക്കുന്ന ഒത്തിരി ഭവനങ്ങൾ ഞങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ചിറ്റവൻ നാഷണൽ പാർക്കിൽ നിന്നും കുടിയിറക്കപ്പെട്ടവരാണ് ഇവരിൽ അധികവും. ഞങ്ങളുടെ യാത്ര ഇപ്പോൾ ഒരു പുഴയിലൂടെയാണ്. ഈ നാട്ടിലെ പുഴയിലൂടെ വാഹനങ്ങൾ ഓടിച്ചു പോകാൻ കഴിയുന്നതാണ്. ഇവിടുത്തെ നദികളിൽ ഉരുണ്ട കല്ലുകളും തരികളോട് കൂടിയ മണലുകളുമാണുള്ളത്. നമ്മുടെ നാട്ടിലേതുപോലെ ചെളി കലർന്ന മണ്ണ് തീരെ ഇല്ലാത്തതിനാലാണ് സുഗമമായി പുഴയെ മുറിച്ചു കടക്കാൻ കഴിയുന്നത്. നേപ്പാളിലെ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ മണലും മെറ്റലിന് സമാനമായ ഉരുണ്ട കല്ലുകളും പുഴയിൽ നിന്നുമാണ് ഈ നാട്ടുകാർ സംഭരിക്കുന്നത്. 1-2 പുഴകൾ മുറിച്ചു കടന്ന് ഞങ്ങളിപ്പോൾ പാലം പണി നടക്കുന്ന ഒരിടത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ ഞങ്ങളുടെ വാഹനം കുടുങ്ങിയിരിക്കുകയാണ്. ഇലക്ട്രിക് പോസ്റ്റിനും അതിൻ്റെ സ്റ്റേ കമ്പികൾക്കും ഇടയിൽ വാഹനം കുടുങ്ങിയിട്ട് 15 മിനിറ്റോളമായിരിക്കുന്നു. ബ്രദേഴ്സ് എല്ലാവരും തന്നെ വാഹനത്തെ പുറത്തെത്തിക്കുന്നതിനുള്ള കഠിന പരിശ്രമത്തിലാണ്. ഒടുവിൽ ഉന്തിയും തള്ളിയും ഒരു വിധത്തിൽ വാഹനത്തെ അവിടെ നിന്ന് രക്ഷിച്ചെടുത്തു. വന്ന വഴിയിൽ കൂടി തന്നെ തിരിച്ചു പോവുകയാണ്. മറ്റൊരു വഴി ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ബുർവാക്കോളയിലേക്കുള്ള മറ്റൊരു വഴിയിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ യാത്ര തുടരുന്നത്. നാരായണിപ്പുഴയുടെ ഓരം ചേർന്ന വിശാലമായ നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള ഈ യാത്ര വളരെ മനോഹരമാണ്. കൊയ്ത്തിനു ഭാഗമായ നെൽക്കതിരുകളിലേക്ക് വീഴുന്ന സൂര്യപ്രകാശം നെൽക്കതിരുകളിൽ ഒരു സുവർണ ശോഭ പരത്തുന്നുണ്ട്. ഒടുവിൽ ഞങ്ങൾ മാഡി 9 ഗാവ് പാലികയിലുള്ള ബുർവാക്കോളയിൽ എത്തിച്ചേർന്നിരിക്കുന്നു.
നാരായണി പുഴയുടെ ഓരങ്ങളിൽ താമസിക്കുന്ന 165 കുടുംബങ്ങളാണ് ഈ ഗ്രാമത്തിലുള്ളത്. ചിറ്റവൻ നാഷണൽ പാർക്കിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ചപ്പാങ് ഗോത്രത്തിലുള്ള ആദിവാസികളാണ് ഇവിടെ താമസിക്കുന്നത്. നേപ്പാളിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു ഗോത്രമാണ് ചപ്പാങ്. നിരനിരയായി കാണുന്ന കുടിലുകൾ അവരുടെ ദാരിദ്ര്യത്തിൻ്റെ മുഖം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഞങ്ങളുടെ വരവ് ഗ്രാമത്തിന് ഒരു പുത്തൻ ഉണർവ് പകർന്നു നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരാൾ തൻ്റെ കുഞ്ഞനുജനെ തോളിലേറ്റിയാണ് വന്നിരിക്കുന്നത്. എൻ്റെ പേര് ഫാദർ ബൈജു കട്ടിക്കാരൻ. ചെറുപുഷ്പ സഭാംഗമാണ്. ആലുവയിലുള്ള ചെറുപുഷ്പ സഭയുടെ ഫിലോസഫി സെമിനാരിയിൽ സ്റ്റാഫ് അംഗമായിട്ട് ജോലി ചെയ്യുന്നു. ഈ സെമിനാരിയിലെ ഫൈനൽ ഇയർ ഫിലോസഫി പഠിക്കുന്ന 26 സ്റ്റുഡൻസുമായിട്ടാണ്, വിദ്യാർത്ഥികളുമായിട്ടാണ്, സെമിനാരിക്കാരുമായിട്ടാണ് ഞങ്ങൾ നേപ്പാളിലേക്ക് യാത്ര തിരിച്ചത്. ഇത് അവരുടെ ഫിലോസഫി പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വില്ലേജ് എക്സ്പീരിയൻസിൻ്റെ എക്സ്പോഷർ പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്. അവരുടെ സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ് ഈ കുട്ടികളുമായിട്ട് ഞങ്ങളിവിടെ വന്നത്. ഇവിടെ ഞങ്ങൾ ആദ്യത്തെ 2 ആഴ്ച ഉത്തർപ്രദേശിലുള്ള ഗ്രാമങ്ങളിൽ സന്ദർശിക്കുകയും അവരുമായിട്ട് സംവദിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് നേപ്പാളിലേക്ക് വന്നത്. നേപ്പാളിൽ ചെപ്പാങ് എന്ന് പറയുന്ന ഏറ്റവും താഴേക്കിടയിൽ ജീവിക്കുന്ന ഒരു ആദിവാസി സമൂഹത്തിൻ്റെ കൂടെ ജീവിക്കുവാനും അവരുടെ ജീവിതം പങ്കിടുവാനുമായിട്ടാണ് ഞങ്ങൾ വന്നത്. ഏകദേശം 2 ആഴ്ചയോളം അവരുടെ ഗ്രാമങ്ങളിൽ താമസിക്കുകയും അവരുടെ കൂടെ ആയിരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇവരുമായിട്ടുള്ള ഈ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. അതിന് ഈ സെമിനാരിക്കാർക്ക് അവസരമൊരുക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് ഇത്. എല്ലാ വർഷവും ആലുവ ലിറ്റിൽ ഫ്ലവർ സെമിനാരിയിൽ നിന്നും 3rd ഇയറായിട്ട് ഫൈനൽ ഇയറായി ഫിലോസഫി ചെയ്യുന്ന സ്റ്റുഡൻസിന് നൽകുന്ന ഒരു പ്രോഗ്രാമാണ്. വിളവധികം വേലക്കാരോ ചുരുക്കം എന്ന ക്രിസ്തുവചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ നേപ്പാളിൻ്റെ ഇൻറ്റീരിയർ ആയിട്ടുള്ള ഗ്രാമങ്ങളിലേക്ക് കടന്നു വരണം. ഒത്തിരി വിളവുണ്ട്, പക്ഷേ വേലക്കാരുടെ സാന്നിധ്യം വളരെ കുറഞ്ഞു പോകുന്നൊരു സമൂഹം. ഈ ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ട ജീവിതത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. കാരണം ഇന്നേ വരെ നമ്മൾ അനുഭവിച്ച ഒരു ലോകം ഇവിടെയില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് അറിവുള്ള ഒരു ലോകം ഇവിടെയില്ല. അത്രത്തോളം ദരിദ്രരായ മനുഷ്യർ, അത്രത്തോളം നന്മയുള്ള ചിരിക്കുന്ന മനുഷ്യർ, പക്ഷേ ദാരിദ്ര്യം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർ. വീടാകട്ടെ, ജീവിത സൗകര്യങ്ങളാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, ആരോഗ്യമാകട്ടെ, ഒന്നിനും യാതൊരു സാധ്യതയില്ലാത്ത ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ വന്ന് എത്തി നിൽക്കുക. യഥാർത്ഥത്തിൽ ഇത് ഞങ്ങൾക്ക് വരെ വലിയ അത്ഭുതമായിരുന്നു. കേട്ടിട്ടേ ഉള്ളൂ ഇന്ത്യയുടെ അല്ലെങ്കിൽ നേപ്പാളിൻ്റെ പല ഭാഗങ്ങളിലും അത്രത്തോളം ദരിദ്രരായ മനുഷ്യർ ജീവിക്കുന്നുണ്ടെന്ന്. യഥാർത്ഥത്തിൽ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എത്രത്തോളം മറ്റുള്ളവരുടെ, മിഷണറിമാരുടെ ദൈവസ്നേഹത്തിൻ്റെ ആവശ്യം ഈ മനുഷ്യർക്കുണ്ട് എന്നത്. യഥാർത്ഥത്തിൽ കൂടുതൽ പേർ ഈ ജോലിയിലേക്ക് ഇറങ്ങി വരണം, അല്ലെങ്കിൽ മിഷൻ ആക്ടിവിറ്റികളിലേക്ക് ഇറങ്ങി വരണമെന്ന് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇഷ്ടകലായിട്ടുള്ളൊരു സുവിശേഷ പ്രസംഗത്തിനപ്പുറം അവരുടെ ജീവിത ആവശ്യങ്ങളിലേക്ക്, അവരുടെ വേദനകളിലേക്ക്, ദുരന്തങ്ങളിലേക്ക്, അവരുടെ കണ്ണീരുകളിലേക്ക് കടന്നു വരാനും അവർക്ക് ആശ്വാസമാകാനും സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് ഇത്തിരി കൂടി അർത്ഥമുണ്ടായിത്തീരുക എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങളുടെ സ്റ്റുഡൻസ് ഉണ്ട് കുറേ പേർ. തീർച്ചയായും ജീവിതത്തിനൊരു പുതിയ ലക്ഷ്യം കണ്ടെത്താൻ, പുതിയ ഒരു മനോഭാവത്തിലേക്ക്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് മുമ്പോട്ട് പോകാൻ തീർച്ചയായും ഇവരെ കൊണ്ട് ഈ യാത്രയിലൂടെ സാധിക്കുമെന്ന് കരുതുന്നു. കാരണം നമ്മൾ ആരും കാണാത്തൊരു ലോകമാണിത്. അതിനുള്ള ഒരു വലിയ വിളിയിലേക്ക് എല്ലാവർക്കുമുണ്ട്. കേരളത്തിൽ നിന്നാണെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്, ഒത്തിരിയേറെ വൊക്കേഷൻ, ദൈവവിളികൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. ഈ വിളഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ സന്ദേശവുമായി, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശവുമായി കടന്നു വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതിനുള്ളൊരു പ്രചോദനമാണ് ഇതുവഴി ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അത് നിങ്ങൾക്കും ലഭിക്കണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥനയും ആഗ്രഹവും. ബ്രദേഴ്സ് അരിച്ചാക്കുകൾ ഗ്രാമത്തിലെ ഒരു ഭവനത്തിൽ ഇറക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. ഗ്രാമീണരുമായി ഇടയ്ക്ക് സൗഹൃദം പുലർത്തുവാനും ബ്രദേഴ്സ് മറന്നില്ല. ബ്രദേഴ്സിനാവശ്യമായ നിർദ്ദേശങ്ങൾ ബിബിനച്ചൻ നൽകിക്കൊണ്ടിരുന്നു. 165 കുടുംബങ്ങൾക്ക്
1 ചാക്ക് അരിയും 2 കിലോ പരിപ്പും കുട്ടികൾക്ക് ന്യൂട്രീഷൻ കിറ്റുമാണ് നൽകുന്നത്. അതിനാവശ്യമായ ചാക്കുകൾ ഇറക്കിക്കഴിഞ്ഞു. കുറച്ച് ഗ്രാമീണർ ചാക്കുകൾ ഇറക്കാനും ചെറു കവറുകളിൽ ധാന്യങ്ങൾ പാക്ക് ചെയ്യാനും ഞങ്ങളെ സഹായിക്കുന്നുണ്ടായിരുന്നു. ഗ്രാമപ്രമുഖൻ ഞങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറഞ്ഞു. हाम्रो जुन नेपाली भाषाबाट भन्दाखेरि चाहिँ हाम्रा लगदेगा हमारा का दुख तुम आप ल्याइदिएगा हमारा बहुत अच्छा लगेगा मालिक. सर्वप्रथम का हाम्रा जुन माइकल फाडरलाई धेरै धेरै स्वागत गर्न चाहन्छु र उहाँलाई यसै गरी जुन हाम्रो यहाँ हाम्रो व्यक्तिगत तर्फबाट हाम्रो आम सुकुम्बासी तर्फबाट हजुरहरूलाई धेरै धेरै शुभकामना. यो जुन मेरो व्यक्तिगत तर्फबाट या हिन्दू संस्कृति या क्रिस्चियन मुस्लिम जय मसी नमस्ते भन्न चाहन्छु. നേപ്പാൾ ഗ്രാമങ്ങളിലെ തനത് രീതിയിൽ മാലയും ഷാളും അണിയിച്ച് അവർ ഞങ്ങൾക്ക് സ്വാഗതമോടി. കുട്ടികളും മുതിർന്നവരും വളരെ ക്ഷമയോടെ കാര്യപരിപാടികൾക്കായി ഇവിടെ കാത്തുനിൽപ്പുണ്ട്. ആദ്യം കുഞ്ഞുകുട്ടികൾക്കുള്ള ന്യൂട്രീഷൻ കിറ്റ് വിതരണമാണ്. കുട്ടികൾ വരിയായി വന്ന് കിറ്റുകൾ വാങ്ങി പോകുന്നുണ്ടായിരുന്നു. പോഷകാഹാരങ്ങളുടെ കുറവും പ്രതിരോധ കുത്തിവെപ്പുകളുടെ അഭാവത്താലും ബാല്യകാലത്ത് തന്നെ കുട്ടികളിൽ അനവധിയായ രോഗങ്ങൾ പിടിപെടുന്നുണ്ട്. തങ്ങൾക്ക് കിട്ടിയ അരിച്ചാക്കുകൾ പുറത്ത് ഏറ്റി ഇവിടെ ചിലർ വീടുകളിലേക്ക് യാത്ര തുടങ്ങി. കുറച്ച് ബ്രദേഴ്സ് എല്ലാവർക്കുമുള്ള ഭക്ഷണമൊരുക്കുന്നതിനായി യാത്ര തുടങ്ങി. ഇവിടെ ചെറിയൊരു വീടിന്റെ താഴത്തെ നിലയിൽ ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. തങ്ങളുടെ സെമിനാരി പഠനത്തിനിടയ്ക്ക് ലഭിക്കുന്ന ഇത്തരം ചില മിഷൻ അനുഭവങ്ങൾ അവരുടെ ഭാവി ജീവിതത്തിന് കരുത്തേകുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം.